നേരത്തെ യൂനുസ് നിങ്ങളോട് പലപ്പോഴായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം CRC എന്ന് പറയുന്ന സ്ഥാപനം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് CRC പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഭിന്നശേഷിയിലെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്കുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, പിന്നെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. അതിലൊക്കെ ഫാക്കൽറ്റീസും ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ തസ്തികയിലും ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് തസ്തികയിലൊക്കെ ആളുകളുമുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, ഇത് കുറച്ചു കാലം കൂടെ ഒക്കെ തുടരും എന്നുള്ളതാണ് വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നൊരു നിഗമനം. കാരണം ഈ രോഗം പതിയെ വ്യാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കാർക്കും കിട്ടാതിരിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധയാണ് നമ്മൾ പുലർത്തുന്നതും. പക്ഷെ എന്ത് തന്നെയായാലും ഈ രോഗം ഈ ലോകത്തുനിന്ന് കെട്ടടങ്ങണമെങ്കിൽ ഒരുപാട് പേരെ ബാധിച്ചിട്ട് അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി വന്ന ഒരു 10-70% സമൂഹത്തിന് ഇമ്മ്യൂണിറ്റി വരണം. അതല്ല എങ്കിൽ വാക്സിനേഷൻ അതിനു മുമ്പേ നല്ല എഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ ലഭ്യമായിട്ട് അത് ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ട് അങ്ങനെ ഈ രോഗം പടരുന്നത് തടയാനുള്ള ഒരു സാഹചര്യം വരണം. അപ്പോൾ ഇത് രണ്ടിലേതായാലും ഇത് സംഭവിക്കാൻ കുറച്ച് കാലം എടുക്കും. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു മോചനം ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു ജാഗ്രതയോടുകൂടി ഈ രോഗത്തോടൊപ്പം ജീവിക്കേണ്ട ഒരു കാലം എന്ന് പറയുന്നത് കുറച്ച് കാലത്തോളം ഉണ്ടാവും അത്. അപ്പോൾ അത്രയും കാലം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന തെറാപ്പിയും മറ്റും പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണഫലം കുട്ടികൾക്ക് കിട്ടുന്നത് കുറയും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തോളം കുട്ടികൾക്ക് ഈ തെറാപ്പി ആവട്ടെ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും, അത് നിലവിലെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ് നമ്മളൊക്കെ ഇപ്പം നോക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് അടിസ്ഥാനം ഇതാണ്, കുറച്ചധികം കാലത്തേക്ക് ഈ അവസ്ഥ ഇങ്ങനെ തുടരും എന്നത് വേണം നമുക്ക് അനുമാനിക്കാൻ എന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഫർദർ നമുക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഇതിൽ തെറാപ്പിയിൽ വരുന്നത് എന്നുള്ള. അപ്പോൾ ഒന്ന്, ഇപ്പം നിങ്ങളൊക്കെയും അവിടെ BRC അല്ലേ മെജോറിറ്റി BRCയിൽ പോകുന്നവരാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒക്കെ അവിടെ ഫിസിക്കലി എത്തിപ്പെടാനും എത്തിയാൽ തന്നെ അതിലൊക്കെ റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ടൊരു ഓൺലൈൻ മോഡിലേക്ക് മാറുക. അതായത് ഇപ്പൊ നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അത്രയും ഒരു സാങ്കേതിക വിദ്യ ഈ ഒരു ലെവലിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളും നമ്മളും ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ പരസ്പരം കണ്ടുകൊണ്ടിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു രീതിയിലുള്ളത് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു ഓൺലൈൻ വീഡിയോ മോഡിലൂടെ പരമാവധി തെറാപ്പി തന്നെ എങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ സ്കൂള് പോലും അങ്ങനെ ഓൺലൈൻ തുറന്നു. ഇപ്പം നമുക്കൊക്കെ അറിയാം, എല്ലാ ദിവസവും നമ്മുടെ കുട്ടികൾ ഇതുപോലെ ലാപ്ടോപ്പിന്റെയോ TVയുടെയോ മൊബൈലിന്റെയോ ഒക്കെ മുമ്പിലിരുന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നത്. അതായത് ക്ലാസ്സിൽ പോകുന്ന പോലെ, ക്ലാസ്സിൽ പോകുന്ന അത്ര ഫലവത്തല്ലെങ്കിലും പറ്റാവുന്നിടത്തോളം എഫിക്കസി അതിന് കിട്ടും എന്നതുപോലെ തന്നെയാണ് നമ്മളും ചിന്തിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എങ്ങനെ ഒരു ഓൺലൈൻ മോഡിൽ നമുക്ക് ചികിത്സകൾ തുടരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ CRCക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. അപ്പം അവരുടെ സേവനം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കി തരാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ അതില് ഇപ്പം നിങ്ങൾ മുമ്പ് ഓൾറെഡി തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ആയ തെറാപ്പികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ടാവാം, ഇടയ്ക്കൊക്കെ ഒക്കുപേഷണൽ തെറാപ്പി കിട്ടുന്നുണ്ടാവാം, സ്പീച്ച് തെറാപ്പി കിട്ടുന്ന കുട്ടികളുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെയും ഈ പറഞ്ഞ പോലെ ഏറ്റവും ഐഡിയലായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ കൃത്യമായിട്ടൊരു സമയം ഒക്കെ ഫിക്സ് ചെയ്ത് ആദ്യമായിട്ടാണേലും വീഡിയോയിൽ തന്നെ പരസ്പരം കണ്ട് ഒരു ഡീറ്റെയിൽഡ് ക്ലിനിക്കൽ ഇവാലുവേഷൻ ഒക്കെ നടത്തി തുടർന്ന് അങ്ങോട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കും നമുക്കും സൗകര്യപ്പെടുന്ന ഒരു സ്പെസിഫിക് ടൈം ഷെഡ്യൂൾ. ഇപ്പോൾ നമ്മൾ മുമ്പായാലും തെറാപ്പിക്ക് ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ പോകുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഇപ്പോൾ അടുത്ത ബുധനാഴ്ച 10 മണി എന്ന് പറയുകയാണെങ്കിൽ അന്ന് രാവിലെ തന്നെ നമ്മൾ എണീക്കുന്നു, റെഡിയാവുന്നു, ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറുന്നു, ആ സ്ഥാപനത്തിൽ ചെല്ലുന്നു. ഒരു അര ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ തവണയും നമ്മുടെ കുട്ടിക്ക് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? കാരണം അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി ഒരു തെറാപ്പിസ്റ്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ തെറാപ്പി എഫക്റ്റീവ് ആവുക. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായി തന്നെ നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് തോന്നാം, എനിക്കറിയാവുന്നതാണല്ലോ, അവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നതാണല്ലോ, എന്നാൽ ആ രീതിയിലൊക്കെ ഞാനും അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്താൽ ഒരു തെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ചെയ്യുന്ന അത്ര കണ്ട് ഒരു ഇഫക്റ്റ്
ഇതിനുണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറയില്ല, എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യണം. എങ്ങനെ വേണം നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ? കിതയ്ക്കണം, വിയർക്കണം, ശരീരത്തിന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടണം, ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യുന്ന അത്രയും ഒരു രീതിയിൽ വന്നാൽ മാത്രമാണ് നമ്മുടെ ചെയ്യുന്ന എക്സസൈസ് എഫക്റ്റീവ് ആവുള്ളൂ. അല്ല നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു എഫക്റ്റീവ് എക്സസൈസ് ആയിട്ട് ഡോക്ടർമാർ കരുതില്ല. എന്നപോലെ തന്നെയാണ് നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ വീട്ടിൽ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ സൗകര്യം പോലെ ഇടയ്ക്കൊക്കെ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു പൂർണ്ണ എഫക്റ്റീവ് തെറാപ്പി ആയിട്ട് ഇത് മാറുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടും നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂട്ടർക്കും സൗകര്യമുള്ള സമയത്ത്, അത് നിർബന്ധമായും CRC തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയല്ല, ഏത് മാധ്യമത്തിലൂടെയാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ BRCയിലെ തെറാപ്പിസ്റ്റ് ഇതുപോലെ കുറച്ച് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് സന്നദ്ധത പറയുക, അല്ലെ ആവശ്യപ്പെടുക. ഈ രീതിയിൽ ഞങ്ങൾ ആഴ്ചയിൽ വരാൻ അല്ലെ 10 ദിവസത്തിലൊരിക്കൽ ഇങ്ങനെ ഓൺലൈൻ വരാൻ തയ്യാറാണ്, നിങ്ങളുടെ സൗകര്യപ്പെട്ട സമയം പറയൂ, ഞങ്ങൾക്കും ഇതാക്കാം. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഓൺലൈനായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തെറാപ്പിസ്റ്റ് ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, സാധാ ഇതുപോലത്തെ ഏത് മീഡിയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഈ തെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ നിങ്ങൾ കുഞ്ഞിനെ തെറാപ്പി ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ എഫക്റ്റ് വളരെയധികം കൂടും. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്തു തരാൻ ഞങ്ങൾ CRCയും തയ്യാറാണ്. ഇപ്പം ദൂരത്തിന്റെ ഒരു പ്രശ്നമോ ഒന്നുമില്ല, നിങ്ങൾ എവിടെ ഇരുന്നാലും നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് ആദ്യത്തെ ഒരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി അതും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തെറാപ്പി മെറ്റീരിയലുകൾ പല തരത്തിലുള്ള നിങ്ങളുടെ കുട്ടിയുടെ ലെവൽ അനുസരിച്ചുള്ള പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടുള്ള തെറാപ്പി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സാപ്പിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിട്ടോ നോട്ടുകളൊക്കെ ആയിട്ട് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികൾ സ്കൂളിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ അത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്തിട്ട് ഹോംവർക്ക് പോലെ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ അപ്ഡേറ്റ് തിരിച്ചയച്ചു കൊടുക്കുക. അപ്പോൾ തെറാപ്പിസ്റ്റ് നോക്കിയിട്ട് ഫർദർ സജഷൻസ് കറക്ഷൻസ് പറയും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അത്തരത്തിലുള്ള മാർഗത്തിലൂടെ അതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഏത് വിധേനയും ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് കിട്ടുന്ന തെറാപ്പി നമ്മൾ മുടങ്ങിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും പറ്റാവുന്നിടത്തോളം ശാസ്ത്രീയത നിലനിർത്തിക്കൊണ്ട് ഒരു തെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് കുട്ടിക്ക് ഈ ഒരു തെറാപ്പി നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. യൂനസ് ഓൾറെഡി നിങ്ങളോടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഇത്രയാണ്. അത് ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു നട്ട്ഷെല്ലിൽ ഞാൻ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ അതിന്റെ പ്രായോഗിക കാര്യങ്ങളോ ഒക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് അങ്ങനെ അത് ചർച്ച ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇവോൾവ് ചെയ്യും. ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അത്തരത്തിലുള്ള ഓൺലൈൻ തെറാപ്പികൾ നൽകാൻ തയ്യാറാണ്. അത് ഡയറക്റ്റ് 1-to-1 ലൈവ് ഓൺലൈൻ സെഷൻ ആവട്ടെ, അതല്ല എങ്കിൽ ഈ വാട്സാപ്പിലൂടെയൊക്കെ നിർദ്ദേശങ്ങളും ഇതൊക്കെ കണ്ടന്റും മെറ്റീരിയലും തന്നിട്ട് അതിന്റെ ഫോളോ അപ്പ് നോക്കി ഫർദർ ഇതാക്കുക, അതെല്ലാം നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഫലവത്തായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പൊ അത് തന്നെ നമുക്ക് ഓരോരുത്തർ ചോദിക്കുകയോ പറയുകയോ എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന ആളുകൾ അവരുടെ മൈക്ക് ആദ്യം ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് അത് വീണ്ടും മ്യൂട്ട് ചെയ്യുക. എല്ലാവരും കൂടെ ഒന്നിച്ച് ചോദിച്ചാൽ പിന്നെ ഒരു നോയ്സ് ഹൗളിംഗ് ഒക്കെ ആവും. ചോദിക്കുന്ന ആൾ അൺമ്യൂട്ട് ചെയ്യുക, പറയുക, അങ്ങനെ ആ രീതിയിൽ. ആർക്കും സംശയങ്ങളൊന്നുമില്ലേ? ഇവരായിരുന്നു ചോദിച്ചോണ്ടിരുന്നത്. ഇനിഷ തോമസ്. അത് ഒരു ഫ്രീ ഉണ്ടായിരുന്നു. ക്ലിയർ ആവുന്നില്ല. പറഞ്ഞു. എനിക്കറിയില്ല. ഹലോ,
ഹലോ, നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവില്ല. അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ സാറിനോട് ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. സാർ അതിനുള്ള പിന്നെ അതിന് മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫോണിലെ ഏകദേശം ലെഫ്റ്റ് സൈഡിൽ ഒരു മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാവും. അതിലൊന്ന് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറിനോട് സംസാരിക്കാവുന്നതാണ്. ഹലോ, കേൾക്കാം. സാറേ, എൻ്റെ മോള് പിന്നെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അപ്പോ പിന്നെ അവളിപ്പോ എന്താ ചെയ്യേണ്ടി ചോദിക്കണ സാറേ. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിപ്പോ വീട്ടിലിരിക്കുകയാണ്. ഓക്കെ. 17 വയസ്സായിട്ടുണ്ട്. ഓക്കെ. അവൾക്ക് ഇപ്പൊ കയ്യിന്റെ ഒക്കെ ചെറിയ പ്രശ്നമുണ്ട്. കൈ ഇങ്ങനെ വഴങ്ങാത്ത കുഴപ്പമൊക്കെ ഉണ്ട്. അപ്പോ എഴുതാനൊന്നും ശരിക്ക് വരൂല. കൈ ഇങ്ങനെ പിന്നെ പെണ്ണൊന്നും പിടിക്കാൻ അറിയില്ല. അപ്പൊ യൂനിസ് സാറിനെ അറിയാം. കൊച്ചിനെ ഇടക്കരുന്ന് യൂനിസ് സാറ് നോക്കിയതാണ്. ഓക്കെ. ഇപ്പൊ എവിടുന്നേലും തെറാപ്പി എന്തെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, എവിടുന്നോ എടുക്കുന്നൊന്നുമില്ല. ഇല്ല. ഓക്കെ. അല്ല, അപ്പൊ അങ്ങനെ യൂനിസിനെ അറിയാവുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുത്തിനൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഓൺലൈൻ രീതിയിൽ പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഇവാലുവേഷൻ ഇവിടുന്ന് ചെയ്യാം. യൂനിസ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യും. ഫർദർ നമുക്ക് OTയോ ഒക്കുപേഷൻ തെറാപ്പിയോ ഫിസിയോതെറാപ്പിയോ കൊണ്ടും നമുക്ക് ഓൺലൈനായിട്ട് കാണിക്കാം. എന്നിട്ട് എന്താണ് ഫർദർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തരുമോ, ഫർദർ തെറാപ്പി തരുമോ, എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം. ബാക്കി യൂനിസ് ഫോളോ. അവൾക്കൊന്നും കണ്ട് ഭയങ്കര ദേഷ്യം കൂടുതലാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നിങ്ങൾ ഈ പറയുന്ന യൂനിസ് നോട്ട് ചെയ്യുന്നുണ്ട്. അത് പുള്ളി ഫർദർ വിളിക്കും. അങ്ങനെയാണ് നമുക്ക് സൈക്കോളജിയും ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. സൈക്കോളജി അവരെ കൊണ്ട് നമുക്ക് ഇതുപോലെ ടെലി തെറാപ്പി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ഹലോ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം കേട്ടോ. ചോദ്യം എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എങ്ങനെ ഇത് പരമാവധി എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൽ നിങ്ങളുടെ ആശയങ്ങളോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആവാം. സംശയങ്ങളോ ചോദ്യങ്ങളോ മാത്രം എന്നല്ല, ഇത് മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ഹലോ സാറേ. കേൾക്കാം സാറേ, ഞാൻ കേരളയിൽ നിന്നാണ് വിളിക്കണേ. വിവേക് എന്നാണ് മോന്റെ പേര്. ADHD എന്ന് പറഞ്ഞ അസുഖമാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ 10-12 വയസ്സായി, 6ാം ക്ലാസ്സിൽ പഠിക്കാണ്. എഴുതാനൊന്നും കൈ വഴങ്ങണില്ല. അക്ഷരങ്ങളൊക്കെ അറിയാ, പക്ഷെ കൈയിന് ഒരു സ്ട്രോങ് ഇല്ലാത്തതുകൊണ്ട് കൈ വഴക്ക. ഒരാൾ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേരൊക്കെ എഴുതും, അല്ലാതെ പിന്നെ ഇപ്പോ ആദ്യം മുതലേ ഉണ്ടായ ഒരു പ്രശ്നം അങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അത് ഞങ്ങൾ എത്ര കൺവേർട്ട് ചെയ്തിരുന്നു. വേറെ ഗെയിം കളിക്കാൻ പോകും, അല്ലെങ്കിൽ സൈക്കിൾ വിട്ടാൻ പറഞ്ഞാൽ എത്ര ആക്റ്റീവ് ആക്കാൻ പറഞ്ഞാലും
എപ്പോഴെങ്കിലും നമ്മൾ കണ്ണുവെട്ടിച്ച് വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഓനോ ഒറ്റയ്ക്ക് സംസാരിക്കുക, ചിരിക്കുക, ഇതുപോലെയുള്ള സംഭവം. ഇത് എന്താണ് മാറ്റം വേണ്ടി ഞങ്ങൾ പരമാവധി ഓൻ എപ്പോഴും ആക്റ്റീവ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം സൈക്കിൾ കിട്ടാൻ കുട്ടികളൊപ്പം കളിക്കാൻ വിടുന്നുണ്ട്. പക്ഷെ ഓന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കലാണ്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ രാവിലെ എണീറ്റ സമയത്ത് നേരത്തെ എണീക്കും, ഒരു 5 മണി ഒക്കെ ആകുമ്പോൾ എണീക്കും. പിന്നെ ഒരു 7 മണി വരെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഉണർന്നിട്ട് ഞങ്ങള് പിന്നെ സംസാരിക്കല് പറഞ്ഞാൽ പിന്നെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അവസ്ഥ വരും, പുറത്തേക്ക് സൗണ്ട് കേൾക്കാതെ. ഇതിന് എന്തെങ്കിലും ADHD എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് എവിടുന്നാണ് കിട്ടിയത്? അത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടിൽ ഇപ്പോ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയില്ല, മെഡിക്കൽ കോളേജില്. ഇംഹാൻസ് എന്നാണോ? മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ ഓന് ഭയങ്കര ദേഷ്യായിരുന്നു. അപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അവന് ആദ്യം. അന്നേരം മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഗുളികയൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ അവന് ദേഷ്യങ്ങളൊന്നുമില്ല, ഭയങ്കര സൈലന്റ് ആണ് ആള്. ഇപ്പൊ സംസാരത്തിന് ചെറിയ വാക്കുകളൊന്നുമില്ല. പിന്നെ എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇപ്പൊ ADHD അല്ലെങ്കിൽ വേറെ ചില കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ടോക്കിംഗ് ടു സെൽഫ് ഒക്കെ ഉണ്ടാവാം, ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറച്ചില്. അപ്പൊ അതെന്താന്നുള്ളത് വിശദമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. അത് കൂടാതെ ഇപ്പം ഫർദർ തെറാപ്പി എന്തെങ്കിലും നിങ്ങൾ റെഗുലർലി മറ്റെന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യണില്ല. ഇപ്പൊ ഒരു ആക്റ്റീവ് ഒന്നും ചെയ്യണമൊന്നുമില്ല. ഇപ്പൊ സ്പീച്ച് തെറാപ്പി ആയിരുന്നു വേണ്ടിയിരുന്നത്. കാരണം വാക്കുകളൊന്നും ചില വാക്കുകളൊന്നും ഇല്ല. നമ്മള് സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ടല്ലോ, 11-12 വയസ്സായിന്. ഇപ്പൊ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾ ചായ, ചോറ്, അതുപോലെ സ്ഥിരം ഉപയോഗിക്കുന്ന ചെറിയ ലളിതമായ വാക്കുകൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില വാക്കുകളൊന്നും അങ്ങോട്ട്, പ്രത്യേകിച്ചും കളറുകളൊന്നും അവന് മനസ്സിലാണില്ല, എത്ര പറഞ്ഞിട്ടും മനസ്സിലാണില്ല. ഇപ്പോ ഞങ്ങൾ റെഡുമ്മ തൂങ്ങിയിട്ട് കുറെ കാലമായി, ഇപ്പോഴും റെഡും ഗ്രീനും മാത്രമേ മെമ്മറിയിൽ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വാക്കുകൾ, ചില വാക്കുകളൊന്നും അവൻ അറിയേയില്ല, പിന്നെ പറഞ്ഞാല് മനസ്സിലാവില്ല. അപ്പോ പിന്നെ നാവ് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു നാവിന് വഴക്കല്ല എന്നൊരു സംശയം. അങ്ങനെ അതുകൊണ്ട് ഒരു അക്ഷരത്തിനൊരു സ്ഫുടതൊന്നുമില്ല. അപ്പൊ വിവേക് എന്നാണ് അവന്റെ പേര്. ഒരു കാര്യം ചെയ്യാം, വിവേക്. നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഒന്ന് അതിൽ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അത് ഫർദർ ഡീറ്റെയിൽഡ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. നമ്മളെ സൈക്കോളജി എന്നുള്ള അവരും നിങ്ങൾ ഇതേപോലെ ഒരു ഓൺലൈൻ സെഷനായിട്ട് തന്നെ വിശദമായിട്ട് കുട്ടിയെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് വിശദമായിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ഈ ടോക്കിംഗ് ടു സെൽഫ് പോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വല്ല മെഡിക്കേഷൻ്റെ ആവശ്യം വല്ല വരുമോ എന്നൊക്കെ ഉള്ളത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റൂ. അല്ല എങ്കിൽ ഈ മറ്റേ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഒക്കെ കൊണ്ട് ഏത് നിലയിൽ ഇതാക്കാൻ പറ്റും നമുക്ക് നോക്കാം. പിന്നെ സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളവരുമായിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാം. എന്നിട്ട് നോക്കിയിട്ട് ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഞങ്ങൾ ബിഹേവിയർ തെറാപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു. അപ്പോ ബിഹേവിയർ തെറാപ്പി ചെയ്യണമെങ്കിൽ അവൻ ഒരു അരമണിക്കൂറെങ്കിലും അവരോട് പിന്നെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവന് അത്ര സമയം അവൻ ഒറ്റയ്ക്ക് ഇരിക്കാത്തോണ്ടേ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതിന് ഇപ്പൊ ഓൺലൈനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയാനോ അല്ലെങ്കിൽ കൺസൾട്ടിങ് ചെയ്യാൻ നിർബന്ധമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എവിടേക്കാ ആരെ കണ്ടേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെയുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങളെ ഓൺലൈനായിട്ട് കാണാം. അതുപോലെ സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യം എന്താന്നുള്ള ഇവാലുവേറ്റ് ചെയ്യാൻ സ്പീച്ച് നമുക്ക് നിങ്ങളെ കാണാം ഓൺലൈനായിട്ട്. എന്നിട്ട് ADHD ഫീച്ചറായിട്ടും ഒക്കെ ഈ ടോക്കിംഗ് ടു സെൽഫിന് വേറെ കുറച്ച് മെഡിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ഒരു മെഡിക്കൽ ലെവലിലുള്ള സൈക്യാട്രിക് ലെവലിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇവാലുവേഷൻ വേണമെന്ന് അറിയാൻ ഒരു പക്ഷേ നിങ്ങൾ അന്ന് പോയ പോലെ ഇംഹാൻസിലൊക്കെ വീണ്ടും ഒന്നുകൂടെ ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. പക്ഷേ സൈക്കോളജിയുടെ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അത് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലും യൂനസിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ഓൺലൈൻ ഇവാലുവേഷൻ ഫർദർ നമ്മൾ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് എങ്ങനെ പോകണം. ആയിക്കോട്ടെ, ശരി. ഓക്കെ ഓക്കെ, താങ്ക് യു. അതെ, ഇപ്പൊ സംസാരിച്ച അദ്ദേഹത്തിന്റെ പേര്, മോന്റെ പേര് രതീഷ് വിവേക് കൃഷ്ണ എന്ന പേര്. വിവേക് കൃഷ്ണ. നിങ്ങളുടെ പേര്?
രതീഷ്. രതീഷ്. ഓക്കെ ആ, ഓക്കെ. താങ്ക് യു ഡോക്ടർ. ക്ലിയർ അല്ലാത്ത എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. സ്പെസിഫിക് ചോദ്യങ്ങളായിട്ടൊന്നും സ്പെസിഫിക് വർത്താനൊന്നും കേൾക്കുന്നില്ല. ദിൽഷാദ് ഹലോ 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 കേൾക്കാം. ആരാണ്? ദിൽഷാദിന്റെ. പറയേ. ഓന് 5-8 മാസമൊക്കെ സ്പീച്ച് തെറാപ്പി ചെയ്തതാണ്. ഇപ്പൊ കൊറേ ആയിട്ട് പോണില്ല. അപ്പൊ ഈ പ്രശ്നമായതിനു മുന്നേ തന്നെ നിർത്തിയതാണ്. അവന് മടിയാണ് ഇപ്പൊ പോവാന്. അങ്ങനെ കൊറേയൊക്കെ വാക്കുകളൊക്കെ അങ്ങനെ അവിടുന്ന് പോയിട്ടാണ് പഠിച്ചത്. അവന് 10 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ അപസ്മാരം വന്ന് പനി വന്നാണ്ട് ഓർമ്മയൊക്കെ പോയി 2 വർഷത്തോളം റേസ് ട്യൂബൊക്കെ ഇട്ട് കിടക്കേനി. അപ്പൊ പിന്നെ കൊറേ എണീറ്റ് നടന്ന്. അപ്പൊ ഓന് ഒന്നും ഒരു കാര്യത്തിന്റെ പേരുകളോ ഒന്നും എനിക്ക് അറിയില്ല. സ്പീച്ച് തെറാപ്പി ഒരു 5-8 മാസം ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് തന്നെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ പേരും കുറച്ചൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എത്ര പ്രായമുണ്ട് മോന്? ഹലോ, എത്ര പ്രായമുണ്ട് മോന്? ഓന് 14 വയസ്സ്. ശരി, ഓക്കെ. സ്പീച്ച് തെറാപ്പി ഇതിന് മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു അല്ലേ? ഈ അടുത്ത് വരെ? മുമ്പ് നിലമ്പൂർ ആഞ്ചലിൽ വെച്ചിട്ട് പ്രൈവറ്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് 2-3 മാസം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പോയി ചെയ്തു. ഇപ്പൊ കുറച്ച് ദിവസം ഈ പ്രശ്നത്തിന് മുന്നേ തന്നെ നിർത്തിക്കണേ. പനിയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ ഡയഗ്നോസിസ് ആയിട്ടുള്ളത് എന്താന്ന് അറിയാമോ നിങ്ങൾക്ക്? കുട്ടിയുടെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു ഡയഗ്നോസിസ് എന്താ? ഡോക്ടർമാരെ ഡയഗ്നോസിസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ പേര് വല്ലതും അറിയോ എന്താണെന്നുള്ളത്? ഇല്ല, അവന് തലച്ചോറിന് വെള്ളക്കെട്ടൊക്കെ അങ്ങനെ വന്നിട്ടാണ് വന്നത്. ഈ സംസാര ഓർമ്മകള് അറിയണം ഒന്നും. അല്ല, ഈ സംസാരത്തിൻ്റെതല്ലാത്ത എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ? സ്പീച്ച് പ്രോബ്ലം അല്ലാതെ? അവന് എന്താണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. നമ്മൾ പറയണ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. നമ്പർ 1 മുതൽ 100 വരെയൊക്കെ എഴുതും. അതേപോലെ ABCD അങ്ങനെ കുറച്ച് എഴുതും. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കാണിച്ചു കൊടുത്താൽ അതേപോലെ എഴുതും. പക്ഷെ അല്ലാതെ അവൻ എടുത്ത് എഴുതാനോ അങ്ങനെ നമ്മൾ എഴുതി കാണിച്ചു എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ ചെയ്ത് വെച്ചിട്ട് അത് കാണിച്ചു കൊടുത്താൽ അതേപോലെ ചെയ്യും. അല്ലാതെ ഒന്നുമില്ല. സ്പീച്ച് തെറാപ്പി പോയതുകൊണ്ട് കാര്യം തന്നെയാണ്. കുറെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ മേശന്റെ താഴെ മേലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു. അത് വീട്ടിലുള്ള ഒരേ സാധനത്തിന്റെ പേരൊന്നും അങ്ങനെ അറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ തന്നെ അറിയും. ഡോക്ടർ പറഞ്ഞു ശരിയാവും എന്നാ പറഞ്ഞത്. പക്ഷെ കുറെ ഇപ്പൊ അപസ്മാരത്തിന്റെ പ്രശ്നം ഒന്നും വരുന്നുണ്ട്. 1-2 ആഴ്ചയില് മാസത്തിലൊക്കെ അപസ്മാരം ഉണ്ടാകുന്നു. അല്ല, അപ്പൊ ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും ഈ അപസ്മാരത്തിന്റെ പ്രശ്നമുണ്ട്, തലച്ചോറിൽ മുമ്പ് വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന പനിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്പീച്ച് തെറാപ്പി സ്പീച്ചിന്റെ ഒരു കുറവ് വെറും സ്പീച്ചിന്റെ കുറവ് മാത്രമല്ല, ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഇഷ്യൂയും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും. ഡെഫിനറ്റ്ലി സ്പീച്ച് തെറാപ്പി തുടരേണ്ടി വരും. അത് കൂടാതെ വല്ല ബിഹേവിയർ തെറാപ്പി കൊണ്ട് കൂടുതൽ മാറ്റം പറ്റുമോ എന്നുള്ളതും നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്പീച്ച് തെറാപ്പിയുടെയും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ വിഭാഗത്തിന്റെയും ഒരു വാല്യുവേഷൻ നമുക്ക് വിശദമായിട്ട് ഈ ഓൺലൈനിലൂടെ ചെയ്യും. എന്നിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് സ്പീച്ച് തെറാപ്പിയോ ഒക്കെ അല്ലെ ബിഹേവിയർ തെറാപ്പിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കാം. അല്ല ഇപ്പം വാട്സാപ്പിൽ വീഡിയോ മറ്റേ ഇട്ട് തന്നിട്ട് ചെയ്യിച്ചിട്ട് പറയാം, എങ്ങനെയാ വെച്ചാൽ നോക്കാം ഫർദർ ഇതെങ്ങനെയാണെന്നുള്ള. എന്തായാലും നമുക്ക് വിശദമായിട്ട് ഈ 2 വിഭാഗവും നിങ്ങളെ കാണാൻ പറയാം കേട്ടോ. ഓക്കെ. ദിൽഷാദ് അല്ലേ കുട്ടിയുടെ പേര്? ദിൽഷാദ്. ആയിക്കോട്ടെ, ശരി. അത് യൂനസ് വിളിച്ചിട്ട് ബാക്കി കോർഡിനേറ്റ് ചെയ്തോളാം കേട്ടോ.
ഹലോ ഹലോ, ആരാണ്? ചുങ്കത്തറിന് സെലീന മുഹമ്മദ് ഹർഷദിന്റെ ഉമ്മയാണ്. എന്തായിരുന്നു പറയൂ. ഡോക്ടർക്ക് അറിയാം ഞങ്ങളെ. ആഹാ. അവന് ഭയങ്കര വാശി കൂടുതലാണ്. പിന്നെ എഴുതാനൊക്കെ പറഞ്ഞാല് ഭയങ്കര മടിയാണ്. വെയിറ്റ് കൂടുതലാണ്. ഞങ്ങളിവിടെ പിന്നെ യൂൻസ് ഡോക്ടർ അറിയുന്ന ഒരാള് വന്നിട്ട് അവന് എന്താ എക്സസൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറച്ച് കുറഞ്ഞിക്കണ്. ഇപ്പൊ 100ന്റെ അടുത്തുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ്. പ്രായം 13 വയസ്സായിട്ടുള്ളൂ. ശരി. പിന്നെ അക്ഷരങ്ങളൊന്നും ചിലതൊന്നും അറിയില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായി കിട്ടൂല. വായിക്കാനൊക്കെ ഭയങ്കര പ്രയാസാണ്. പേരെഴുതും, കുറച്ചൊക്കെ വിട്ടുവിട്ട് എഴുതുക. ചെറിയ അക്ഷരത്തിന്റെ പിഴവുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പറഞ്ഞാല് എന്താ വായിക്കാൻ അറിയില്ല ആൾക്ക്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ശരിക്കും പറയാൻ അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും മുമ്പ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തെങ്കിലും ഡയഗ്നോസിസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങള് ഇംഹാൻസിൽ കാണിക്കുന്നുണ്ട്, പിന്നെ മെഡിക്കൽ കോളേജിൽ കാണിക്കലുണ്ട്. മെഡിക്കൽ കോളേജ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? അത് ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള കോപ്പില്ലേ, പീഡിയാട്രിക് കോപ്പി. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആളല്ലേ മോനെ? ഇപ്പൊ വന്നു പോയ ആളല്ലേ? അയാളല്ലേ? ഓക്കെ ഓക്കെ. ഓന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മേത്തൊക്കെ മുറിയാക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പിന്നെ അവിടെ വന്നിട്ട് സ്പീച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂൻസ് ഡോക്ടർ തന്നെയാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓട്ടിസംന്നോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡയഗ്നോസിസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഓന് മെന്റൽ റിട്ടാർഡേഷനും ഉണ്ട്. പിന്നെ വേറെ സെറിബ്രൽ പൾസി. എന്താണ് ഒന്നുകൂടെ പറഞ്ഞ ക്ലിയർ ആയില്ല. പൾസിക്ക് മുമ്പ് പറഞ്ഞത് മെന്റൽ റിട്ടാർഡേഷൻ. മെന്റൽ റിട്ടാർഡേഷൻ പൾസി അല്ലേ? ഓക്കെ. പിന്നെ സെറിബ്രൽ പൾസി. അപ്പം റെഗുലർ ആയിട്ട് തെറാപ്പി ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഈ ലോക്ക്ഡൌണിന് മുമ്പ് വരെ എന്തെങ്കിലും കൃത്യമായി റെഗുലർ ആയി എടുത്തോണ്ടിരുന്നിരുന്നോ തെറാപ്പി? ലോക്ക്ഡൌണിന്റെ മുന്നേ നമ്മൾ മെഡിക്കൽ കോളേജിൽ അവിടെ ഇംഹാൻസിലും അതിന്റെ പിന്നെ യൂൻസ് ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുവരലുണ്ടേനി. പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പിന്നെ വരാതെ നിന്നതാണ്. ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ അറിയില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതേ രീതിയിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ബാക്കി നമുക്ക് സ്പീച്ചിന്റെയും മറ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉള്ള ഇവരെ കൊണ്ട് നമുക്ക് ഇതുപോലെ കൺസൾട്ടേഷൻ ഓൺലൈൻ ചെയ്യാം. എന്നിട്ട് നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ ചെയ്യാം. യൂനസ് അത് ഫോളോ അപ്പ് ചെയ്തോളൂ. ഇവിടെ നിന്നുള്ള ഈ ഭയങ്കര വാശി കുറയാൻ എന്താണ് അല്ല നോക്കണം. എന്താ വെച്ചാല് ഇപ്പം ചെറിയ പെരുമാറ്റപരമായ മാറ്റങ്ങൾ ഒക്കെ സൈക്കോളജിക്കൽ ഇടപെടലിലൂടെ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ല വല്ലാണ്ട് വാശിയും കാര്യങ്ങളൊക്കെയാണ്, വേറെ പ്രശ്നങ്ങളുണ്ട്, വല്ല മെഡിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എവിടെയെങ്കിലും അടങ്ങി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കണ അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇതൊക്കെ ഇത്തരം ഒരു അവസ്ഥയുടെ ഭാഗമായി ചെറിയ കുട്ടികളൊക്കെ ഇപ്പം പോയിട്ടേ കളിക്കുള്ളൂ. വലിയ ആൾക്കാരൊക്കെ ഒന്നും പോയി കളിക്കൂല. ചെറിയ പിള്ളേരൊക്കെ കളിക്കാൻ പോകുള്ളൂ. അവരുടെ ഒരു മാനസിക പ്രായത്തിനനുസരിച്ചൊക്കെയാണ് അത് ചെയ്യുക. അപ്പം ഇത് എത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫർദർ മെഡിക്കേഷനോ വല്ലതും വേണോ എന്നൊക്കെ തീരുമാനിക്കുക. അല്ല തെറാപ്പിയുടെ ഒക്കെ ലെവലിൽ നിൽക്കുകയാണ്, സൈക്കോ തെറാപ്പിയുടെ ഒക്കെ ലെവലിൽ നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിശദമായ ഒരു ഇവാലുവേഷൻ ഓൺലൈനിൽ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ശരി, താങ്ക് യു. മഞ്ജു ടി എം കുറച്ച് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കേൾക്കാം. ഇത് അശ്വിന്റെ ആണ്, എടക്കരയെന്നാണ്. പ്രസവത്തില് മുഖം വന്നിട്ട് പിന്നെ അങ്ങനെ കുടിലിട്ട് വലിച്ചെടുത്ത അവസ്മാരൊക്കെ ഉണ്ടായി ഐസിയിലൊക്കെ കിടക്കുവായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പിന്നെ നടക്കാൻ 2 വയസ്സാകാനായപ്പോഴാണ് നടക്കാൻ തുടങ്ങുന്നത്. നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഈ വേച്ച് പോവുക, തെറിച്ച് നടക്കുന്നത്. നമ്മൾ നടക്കുന്ന മാതിരിയല്ല, തെറിച്ചായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങാത്തോണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നഴ്സറി കൊണ്ടാക്കി. പിന്നെ ഒരു ദിവസം കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റർ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, പാലിയേറ്റീവ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫിസിയോതെറാപ്പി കൊടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പിക്ക് വന്നോണ്ടായിരുന്നു. പിന്നെ ചെറിയ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ
അവര് രണ്ടാളെ കൊണ്ട് പോകായിരുന്നു. ഇപ്പൊ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ ഭയങ്കര വാശിയാണ്, രണ്ടാളെ കൊണ്ടും പറ്റാതായി. പിന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഞാന്, പുറത്തോട്ട് ഇറക്കിയാ ഭയങ്കര അവൻ പറയുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുക്കണം, അങ്ങനെ ഓരോന്നായിട്ട്. പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്നിട്ട് കുറച്ചായിട്ട് ഇപ്പൊ ഫിസിയോതെറാപ്പി ഇല്ല, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ടാണ് എഴുതണത്. പറഞ്ഞു കൊടുത്താൽ എന്തേലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിങ് പോലെ പഠിക്കും, അതുപോലെ പറയുകയും ചെയ്യും. പക്ഷെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ച് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി നോക്കാന്ന് വിചാരിച്ചായിരുന്നു. എഴുതാനൊക്കെ ബുദ്ധിമുട്ടാ. രാവിലെ എഴുന്നേറ്റ് അവൻ TV ഓൺ ആക്കിയിട്ട് അവൻ അതേപോലെ ഇരുന്ന് പഠിക്കാം. 6 മണിക്ക് എഴുന്നേൽക്കും ചെയ്യും. ആണോ? 4 മണിക്ക് എണീക്കോ? 6 മണിക്ക് അവൻ എന്റെ അടുത്ത് ഇന്നലെ തൊട്ട് മീറ്റിങ്ങിന് ഇവിടെ ഇരിക്കാന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് ഇരിക്കുക. ശരി. വീഡിയോ ഓൺ വീഡിയോ ഓൺ അല്ല. വീഡിയോ കാണാൻ എന്താ ചെയ്യണ്ടേ? അതിനകത്തെ വീഡിയോ എന്നുള്ളൊരു ഇത് ഓപ്ഷൻ കാണാം, മ്യൂട്ടിന്റെ തൊട്ടടുത്ത് അല്ലേ? അതിനകത്ത് സ്റ്റോപ്പ് വീഡിയോ, സ്റ്റാർട്ട് വീഡിയോ എന്ന് കാണാം. നിങ്ങളിപ്പം മൈക്ക് നോക്കി ഓൺ ആക്കിയില്ലേ, മ്യൂട്ട് എന്നുള്ള കാണാം. ഇപ്പൊ ഓണായി. ഇപ്പൊ ഓണായിട്ടുണ്ട്. അദ്ദേഹമാണ് ആളല്ലേ? ഇതാണ് അവന് ഇന്നലെ തൊട്ടിരുന്ന. അപ്പൊ ചെറിയ ആളും ഇങ്ങോട്ട് ഇറങ്ങണം എന്നും പറഞ്ഞോണ്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാനിവിടെ വാതിൽ അടച്ചിട്ട് ഞങ്ങള് കുറെ 9:30 കഴിഞ്ഞപ്പോ തൊട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാ. അപ്പൊ ജലദോഷവും കഫക്കെട്ടും, ഈ കണ്ണിന് ഒരു ചെറിയൊരു വീക്കൊണ്ട് മരുന്നിന് 2 പ്രാവശ്യം കൊണ്ടുപോയായിരുന്നു. ശ്വാസം മുട്ടുന്ന പോലെ കണ്ട്. ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി നോക്കണം എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ടേ ചിലപ്പോ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ വേച്ചു പോകുന്ന മാതിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടായിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവസ്മാരം ഉണ്ടാവലുണ്ട് ഇടയ്ക്ക്. മരുന്ന് രാവിലെ 4 കൂട്ടം, വൈകുന്നേരം 6 കൂട്ടം മരുന്ന് കൊടുത്തു. എഴുതാൻ ബുദ്ധിമുട്ടാണ്, എല്ലാം കാണാതെ പറയും. ശരി. അല്ല, ഇപ്പം മോന് തീർച്ചയായിട്ടും തെറാപ്പികൾ കൃത്യമായിട്ട് തുടരണം. തെറാപ്പി ആയാലും സ്പീച്ചിന്റെ ആയാലും ഒക്കെ തുടരണം. ഇതേ രീതിയിൽ നമുക്ക് ഇടയ്ക്ക് ഓൺലൈൻ വരാൻ പറ്റുമെങ്കിൽ നമ്മളിവിടെ ഉള്ള അതിന്റെ ആവശ്യമുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ ഇതുപോലെ ഓൺലൈനായിട്ട്. മ്യൂസിക് എന്താണ്? മ്യൂസിക് കേൾക്കാൻ അമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ, അമ്മ ഇടയ്ക്ക് വെച്ച് തരും. അവരെ ഫോണൊന്നും എവിടെ വെക്കാൻ പറ്റത്തില്ലേ. ഫോൺ അവിടുന്ന് എടുക്കുക, പിന്നെ അല്ലെങ്കിൽ TV, ഫോണ്, ഇതിൽ രണ്ടിലും വേണം. ഭയങ്കര വാശിയാണ്, ഭയങ്കര വഴക്ക. കൈയൊക്കെ കടിച്ച് എന്തേലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. അല്ല, ഈ സീഷർ ഡിസോർഡർ, ഈ അപസ്മാരത്തിന്റെ പ്രശ്നമുള്ളവരിൽ കാണുന്ന ചില പ്രത്യേകതയാണ് ചില പെരുമാറ്റ പ്രത്യേകതകള്. എന്തായാലും തെറാപ്പികളൊക്കെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഫിസിയോതെറാപ്പിയുടേതും ഈ അതുപോലെ സ്പീച്ചിന്റെ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഇപ്പൊ നമ്മൾ പരസ്പരം കണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഇടയ്ക്ക് നമുക്ക് പരസ്പരം ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ആളുകൾ നിങ്ങളുമായിട്ട് മോനെ ഇന്നാള് മുത്തപ്പൻ കുന്നിന്റെ കാര്യം പറയാ. ആണോ? അവിടെ പോയോ? ഞങ്ങൾ എന്റെ വീടിന്റെ അടുത്താ, എന്റെ വീടിന്റെ താഴ്ഭാഗമാണ്, അച്ഛന്റെ വീടിന്റെ അടുത്ത. അതുവരെ നിന്നെടുത്താ പൊട്ടിയത്. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള വിളിക്കും, അത് യൂണിസ് കോർഡിനേറ്റ് ചെയ്തോളും. എന്നിട്ട് അതായത് മറ്റ് സ്പെഷ്യലിസ്റ്റുകളെ കണ്ടിട്ട് അതുപോലെ ഇടയ്ക്ക് ഓൺലൈൻ വന്നാല് അതല്ലെങ്കിൽ വാട്സാപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അല്ല ഒന്നും ചെയ്യണ്ടായോ, ആള് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഹലോ ഹലോ, സാരല്ലേ, പുള്ളി ഇന്നലെ മുതൽ ഇതിന് വെയിറ്റ് ചെയ്യല്ലേ. അവന് ഇന്ന് കൊടുക്കണോ? കൊടുത്തോ, സംസാരിച്ചോട്ടെ. പറ. എന്താ പേര്? അശ്വൽ CS. വെരി ഗുഡ്. അമ്മയുടെ പേരോ? ചെമ്പങ്കോൽ. അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചേ? അമ്മയുടെ ആരോ? അഞ്ജു. ആണല്ലേ. അശ്വിൻ, നമുക്ക് ഇടയ്ക്ക് ഇനി കാണാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ. ശരി. ഗുഡ് ബൈ. ഓക്കെ, എന്നാ ഇങ്ങനെ ചെയ്യാട്ടോ, ബാക്കി യൂണിറ്റ്സ് വിളിച്ചോളൂ. ആയിക്കോട്ടെ. ഒരു കാര്യം പറയാനും
ഹലോ അത് അപ്പുറത്ത് സെറ്റ് ചെയ്യാം. മറ്റേത് സൂമില്ല. അല്ല അത് അവിടെ എടുക്കാൻ പറ്റുമോ? ഓ അതെ, നമ്മള് 11 മണിക്ക് ഇതിലെ ഞങ്ങൾക്ക് വേറെ ഇതേപോലെ മറ്റൊരു സൂം മീറ്റിംഗ് കൂടെ നമ്മൾ പറഞ്ഞതിന്റെ 10 മുതൽ 11 നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്കൊരു ഇപ്പൊ സമയം നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇപ്പൊ 10:45 ഒരു 10:50-55 നമുക്ക് നിർത്തണം. ബാക്കിയുള്ളൊരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ബാക്കി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഏതൊക്കെ തെറാപ്പിയുടെ ആളുകളാണോ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അവരെ നിങ്ങളെ ഫർദർ ഇതുപോലെ ഓൺലൈനായിട്ട് വിളിക്കും, വിശദമായി സംസാരിക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള നമുക്ക് തുടർ തെറാപ്പികൾ എങ്ങനെ വേണമെന്ന് നോക്കാം. ഇപ്പം പറയൂട്ടോ, എന്താ വിവോ 1820 ഒരിത് കാണാം. കേൾക്കാം, പറഞ്ഞോളൂ. ഒരു വിവോ 1820 എന്ന് പറഞ്ഞ മൊബൈലിൽ നിന്ന് ഇവരുടെ ഇത് കാണാം നമുക്ക്. വീഡിയോ ഓഡിയോ പറഞ്ഞോളൂ, കേൾക്കാം. റിഫാന്റെ മൈക്ക് ഓൺ ആയി കാണുന്നുണ്ട്. പറയൂ. പഠിക്കാനും ഇപ്പൊ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അക്ഷരങ്ങളൊന്നും അദ്നാൻ ഭാഷയാണോ? സർ പറയൂ. അവന് എന്താ വെച്ചാ അവന് ഇനി SLC ആണ്, 10ാം ക്ലാസ് ആണ്. ഞാൻ കടയിലാണ്, അതുകൊണ്ട് അവനെ കൊടുന്നിട്ട് ഞാൻ കടയിൽ വർക്ക് ചെയ്യുക. അപ്പൊ അവന് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ടൈമിൽ പുറത്തേക്ക് ഇറക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ അവൻ എന്താ വെച്ചാല് ഇപ്പൊ 10ാം ക്ലാസ്സിൽ എത്തിന്നല്ലാണ്ട് ഇപ്പൊ ഈ വാക്കുകളും ഒന്നും എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അത് വാശികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വാശിയായിട്ടുള്ളതൊന്നുമില്ല, പക്ഷെ എഴുതാനും വായിക്കാനും അറിയില്ല അവന്. നിങ്ങള് മുമ്പ് അവനെന്നെ ഇപ്പൊ കുറച്ചായിട്ട് അവന് പറയണ എന്താ വെച്ചാല് എനിക്കൊരു സൈക്കോളജി ഡോക്ടറെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട്. അതെന്താന്നുള്ളത് നമ്മളോട് പറയണില്ല. അപ്പൊ അവന് കുറെ ആയി അത് പറയണു. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജി ആയിട്ട്. പക്ഷെ സാറെ കിട്ടണില്ല. ഇവിടെ കടന്റെ അടുത്തായിരുന്നു, ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട്. അല്ല, മുമ്പ് ഏതെങ്കിലും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും തെറാപ്പിയുടെ ആവശ്യത്തിനോ? അതെ, നമ്മളെ മെഡിക്കൽ കോളേജിന്റെ അടുത്തില്ല ഒന്ന്, അവിടെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം കുറെ മുമ്പ്. പിന്നെ ഞാൻ വിജയകുമാർ സാർ എൻഡോക്രൈനോളജിയിൽ കാണിക്കുന്നുണ്ട്. എൻഡോക്രൈനോളജി കാണിക്കേണ്ട ഇപ്പൊ കുറെ ആയിട്ട് അവിടേക്ക് പോവാൻ കഴിയില്ല. ഇതേപോലെ ആള് വെയിറ്റ് കൂടുതലാണ്, 99 കിലോ ഉണ്ട്. മറ്റേത് ഇംഹാൻസിലാണോ കാണിച്ചത്? മെഡിക്കൽ കോളേജിന് അടുത്തുള്ള? അതെ അതെ. അവിടുന്ന് ഇങ്ങനെ IQ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു 4-4.5 വയസ്സ് 5 വയസ്സിന്റെ ഉള്ളിലായിട്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ കുറെ ആയി കൊണ്ടുപോയിട്ട്. യാത്ര ചെയ്യാൻ കഴിഞ്ഞു. മെഡിസിൻ അന്ന് കൊടുത്തു, പിന്നെ കൊടുത്തിട്ടില്ല. മെഡിസിൻ ഒന്നും ഇല്ല. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് നിർത്തിയാണോ? അല്ലല്ല, അത് അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമില്ലാന്ന്. പിന്നെ കുറെ ആയി പോവാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇങ്ങനെ വയ്യാതായതുകൊണ്ടേ. അങ്ങനെ അത് അവിടെ നിന്നു. ഞാൻ വിജയകുമാർ സാറെ കാണിക്കണ്ടേ, വിജയകുമാർ സാറ് അത് കോഴിക്കോടായിരുന്നു. ഇപ്പം മരുന്ന് വല്ലതും ഉണ്ടോ? അദ്ദേഹം മരുന്ന് വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ ഇതിന് തൈറോയിഡിനുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സൈക്കോളജിസ്റ്റിനെ നമ്മുടെ ഇതിൽ ഓൺലൈനായിട്ട് കാണിക്കാം.
പുള്ളിക്ക് ഇതാക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആയിക്കോട്ടെ. അവന് കൊറേ ആയി പറയണു. ഇപ്പൊ ഇന്ന് പോലും എന്നോട് പറഞ്ഞു എനിക്ക് കാണണം നിർബന്ധാണ് എന്നൊക്കെ പറഞ്ഞു പോന്നപ്പോ. ആയിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് എനിക്ക് ഇവിടുന്ന് കടയിൽ പോകാൻ. കുഴപ്പമില്ല. ഇപ്പൊ ഇതിന്റെ ഒരു സൗകര്യമൊക്കെ ഇതൊക്കെയാണ്. നമുക്ക് എങ്ങോട്ടും പോവാതെയൊക്കെ ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കാം നമുക്ക്. അവര് കാണും കേട്ടോ. യൂനസ് അത് അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അവൻ ഇങ്ങോട്ട് കൊടുന്നോണ്ട് എന്നാ ഇവിടെ കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് അങ്ങനെ നോക്കാം. യൂനസ് ഫോളോ അപ്പ് ചെയ്തോളും. പറ്റുന്ന നോക്കാം കേട്ടോ. ശരി. ശരി. ഇപ്പൊ ചോദിക്കുന്ന ഇതും കൂടെ വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. ബാക്കി കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചോദിക്കാനുള്ളവർ ചോദിക്കാം, കുഴപ്പമില്ല. ചോദിച്ചോളൂ. ഒരു അമ്മയും മോളും കൂടെ നിൽക്കുന്ന വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. വിവോ എന്ന് പറഞ്ഞ ഫോണിൽ നിന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഫാനാ കാണുന്നത്? എന്തെങ്കിലും ചോദിക്കണ്ടേ? ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. പൂജിത, മോളെ പേര് പൂജിതയാണ്. അവൾക്ക് എഴുതാൻ തീരെ കഴിയില്ല. മുമ്പ് എവിടെയും കാണിച്ചിട്ടുണ്ടോ? സ്പെഷ്യൽ എൻഡോക്രൈനോളജിയില് വിജയകുമാർ സാറെ കാണിച്ചിട്ടുണ്ട്. മരുന്ന് വല്ലതും കഴിക്കണ്ടോ? മരുന്നില്ല. അവൾക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ, തൈറോയിഡ് അങ്ങനത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഓക്കെ. അതിലൊന്നും കംപ്ലൈന്റ് ഒന്നുമില്ല. ഇപ്പൊ അവര് സംസാരിക്കുന്നതും നാട്ടുകാര് ഒക്കെ കാണുന്നു. പക്ഷെ അല്ല, ഒരു മിനിറ്റ്. പൂജിതയുടെ അമ്മ സംസാരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പൂജിതയുടെ അമ്മ പറയൂ, ബാക്കി പറയും. അങ്ങനെ കാണിച്ചു. അപ്പൊ അതില് കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതില് കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഐക്യു എടുക്കാൻ വേണ്ടിട്ട് ഹിംഹാൻസിൽ ചെല്ലാൻ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോവാൻ പറ്റിയില്ല. നമുക്ക് ഇവിടെ സൈക്കോളജി വിഭാഗം ഉണ്ട്. നമുക്ക് അവരെ കൊണ്ട് ഇതുപോലെ ഓൺലൈനായിട്ട് നമുക്കൊന്ന് കാണിപ്പിക്കാം, നോക്കാം എന്താന്നുള്ളത് വിശദമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇപ്പം മറ്റേ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൊക്കെ ഈ എഴുത്തിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള തെറാപ്പിയൊക്കെ ഓൺലൈൻ പറ്റാവുന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അത് ഇത് കഴിഞ്ഞ് വീണ്ടും വിശദമായിട്ട് വിളിച്ചിട്ട് സൈക്കോളജിസ്റ്റ് ഒക്കെ ഓൺലൈനായിട്ട് കാണും. കണ്ടിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റാന്ന്. ഓക്കെ, ശരി. സാറേ. ഓ, പറയൂ. റിഫാൻ അല്ലേ? വാശി ഭയങ്കര കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അതപ്പൊ തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും അവരോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൈയടിക്കുക, ഹീറോ വരിക, ആൾക്കാരെ നമ്മള് കൂടെ ഉള്ളവരെ നടിക്കുക, വാശി തീർന്ന അങ്ങനെ. ഓക്കെ. ഈ റിഫാൻ എത്ര പ്രായം? 11 വയസ്സ് കഴിഞ്ഞു. 11 വയസ്സ്. മുമ്പ് എവിടെയും കാണിച്ചിട്ടുണ്ടോ? മൈസൂർ ഐഷില് കാണിച്ചില്ല. പിന്നെ കോഴിക്കോട് എവിടെ? ഡോക്ടർ നടക്കാവ്. ഓക്കെ, മനസ്സിലായി. മറ്റേ എപ്പിലെപ്സി സെന്ററിലെ. ഓക്കെ, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും തെറാപ്പി ആയിട്ട് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? പഠിക്കാനും മോശമാണ്. ഇപ്പൊ ഓന്റെ ഒരു പ്രായത്തിന് ഇവനിപ്പോ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഒരു 4 പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കി ചെയ്തു. ഓനെ പറഞ്ഞ വാക്ക് ഏതാ നമ്മള് ചൂണ്ടി കാണിച്ചു കൊടുത്ത് ഇത് പറയാൻ പറഞ്ഞ നമുക്ക് പറയാൻ കഴിയില്ല. അവൻ ആ ഓർഡറിൽ മനസ്സിൽ മനപ്പാടാക്കി വെക്കുക, അക്ഷരം നോക്കി പഠിക്കുക, അങ്ങനെ ഒന്നല്ല. അവനെ കേട്ടത് അതേപോലെ മനപ്പാടാക്കി വെച്ചിട്ട് ഓർഡറിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഈ വാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പാറ്റേൺ പഠിച്ചിരിക്കുന്ന പോലെ. ഓക്കെ. ഇപ്പൊ എവിടെയെങ്കിലും റെഗുലർ തെറാപ്പിക്കായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല അല്ലെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉള്ള നമുക്ക് ഫർദർ ഇതുപോലെ ഓൺലൈൻ തെറാപ്പി ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെഷൻ വരെ നടത്താം. ഒരു പരസ്പരമുള്ള ഒരു സെഷൻ. അതിന്റെ ആളുകൾ വിളിക്കും കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇരിക്കുന്ന ആളാണോ? മൻ്റെ അടുത്തിരിക്കുന്ന ആളാണോ? ഓക്കെ. കണ്ടു. റൈറ്റ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് വിശദമായിട്ടേ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇവര് നിങ്ങളെ കാണും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കണ്ട് വാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. അതൊക്കെ ഒരു ബിഹേവിയർ ഇഷ്യൂ നമുക്ക് നോക്കാം. അതിന്റെ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ആള് വിശദമായിട്ട് വിളിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ വിളിക്കും നിങ്ങളെ വിശദമായിട്ട് വീണ്ടും കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ഓൺലൈൻ ഫർദർ സെഷൻസ് നോക്കാം.
വല്ല മെഡിക്കേഷന്റെ വല്ല ചേഞ്ചോ വല്ലതും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യട്ടെ. ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് പറയാം കേട്ടോ. വിളിക്കാം. മാസം 20 ദിവസമുള്ളപ്പോഴാണ് പ്രസവിച്ചത്. മറ്റേ 2 ഗ്രാമായിരുന്നു വെയിറ്റ്. നോക്കാം. അപ്പൊ എന്തായാലും ഈ രീതിയിൽ ചെയ്യാം കേട്ടോ, വിശദമായിട്ട് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 11 മണിക്കുള്ള അടുത്ത മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ എത്തേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ കുറെ പലരുമായിട്ട് നമ്മൾ ചർച്ച കേട്ടല്ലോ. അപ്പം ബേസിക്കലി ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത്തരം വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ആ വിഭാഗത്തിലുള്ളവർ വിശദമായിട്ട് നിങ്ങളെ ഓൺലൈനായിട്ട് ഇതുപോലെ 1-to-1 കൺസൾട്ടേഷൻ, ഓൺലൈനായിട്ട് വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് തുറന്ന് അങ്ങോട്ട് എങ്ങനെ തെറാപ്പി ഇതുപോലെ ആഴ്ചയ്ക്കോ മറ്റോ ഓൺലൈൻ വരണോ, അല്ല വാട്സാപ്പ് വീഡിയോയിലോ വല്ലതും വാട്സാപ്പിൽ വല്ല വീഡിയോയോ അല്ലെ കണ്ടന്റോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നോക്കി അത് ചെയ്യുമോ ഒക്കെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് തുടർന്ന് നോക്കാം. അപ്പൊ ബാക്കി ആരെങ്കിലും പറയാനുണ്ടെങ്കിലും ഈ ഒരു ഇത് കോമൺ ഒരു ഇതായിട്ട് എടുത്തിട്ട് ഫർദർ യൂനസ് നിങ്ങളെ പേഴ്സണലി ഓരോരുത്തരായിട്ട് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അതല്ല, വിളിച്ചോളും. ഇപ്പൊ നിങ്ങൾ പറയുന്നൊക്കെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുകയും ചെയ്തോളും. വിളിച്ചോളും കേട്ടോ. അപ്പൊ ബാക്കി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലെ തുടർന്ന് യൂനസിനോട് പറയുകയും ചെയ്യാം ഇങ്ങനത്തെ നിങ്ങളുടെ കാര്യങ്ങൾ. അതിനനുസരിച്ച് ഇവിടുന്ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആരൊക്കെ കാണണോ അതൊക്കെ നമ്മൾ നോക്കും. അപ്പൊ ഈ 11 മണിയുടെ ഇത് ഉള്ളത് കൊണ്ട് മാത്രം നമ്മളിപ്പോ ഒന്ന് നിർത്താണ്. ഫർദർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നമുക്ക് സംസാരിക്കണേൽ ഇതുപോലെ വീണ്ടും ചെയ്യാം, ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പരമാവധി ഈ രീതിയിൽ മാക്സിമം ഒരു ഗുണകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കാം. താങ്ക് യു. ശരി.